ഹായ് ഫ്രണ്ട്സ്, ആലിയസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മാഗി കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് മാഗി മസാല റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് 2 പാക്കറ്റ് മാഗിയും പിന്നെ 3 മുട്ടയുമാണ്. അപ്പോൾ മാഗിക്ക് പകരമായിട്ട് നമുക്ക് ഏത് നൂഡിൽസ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇത് ഉടനെ തന്നെ ഇളക്കാൻ പാടില്ല, ഒരു 5-6 സെക്കൻഡ് കഴിഞ്ഞിട്ട് വേണം ചിക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ മുട്ടയൊക്കെ ചെറുതായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. മാഗിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് മുട്ട സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് വലിയ പീസസ് ആയിട്ട് കിടക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എഗ് സ്ക്രാമ്പിൾ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തെടുക്കാം. ഇനി ഒരു കടായിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവോള ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ പച്ചമുളകും കൂടി ചേർത്തതിന് ശേഷം ഇത് 2-3 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ മാഗിയുടെ കൂടെ കിട്ടുന്ന മാഗി മസാല പൗഡറിൻ്റെ 2 സാഷയും കൂടി ചേർത്ത് കൊടുക്കാം. മസാല അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ആ മാഗി മസാല പൗഡർ 1 പാക്കറ്റ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള 2 തക്കാളിയാണ്. ഇപ്പോൾ തക്കാളിയൊക്കെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും പിന്നെ 1 ടീസ്പൂൺ സോയ് സോസും കൂടി ചേർത്ത് കൊടുക്കാം. ന്യൂഡിൽസ് ഉണ്ടാക്കുന്ന സമയത്ത് സോസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്കിതിൻ്റെ കൂടെ ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം ഇങ്ങനെ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് നൂഡിൽസ് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് 2-3 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് 2 പാക്കറ്റ് മാഗി നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് 2-3 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നൂഡിൽസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മാഗിയൊക്കെ നന്നായിട്ട് ഊറ്റിയെടുക്കണം. ചൂടോടെ തന്നെ ഊറ്റിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഊറ്റുന്ന സമയത്തേക്ക് നമ്മളിതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം ഡ്രൈൻ ചെയ്തെടുക്കാനായിട്ട്. അതോടൊപ്പം 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കത്തില്ല. ഇപ്പോൾ നമ്മുടെ മാഗി ഒക്കെ നന്നായിട്ട് ഡ്രൈൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി വെജിറ്റബിൾ മിക്സിലേക്ക് ഡ്രെയിൻ ചെയ്തെടുത്ത മാഗി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ വേണം വെക്കേണ്ടത്. ഇപ്പോൾ മാഗിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് മാഗി മസാല റെഡിയായി കഴിഞ്ഞു. നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കുന്നുള്ളൊരു ഡിഷാണിത്. ഇനി ഇത് അല്പം മല്ലിയിലയും കൂടി ചേർത്ത് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. കുട്ടികൾക്കും മാഗി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും വളരെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.